ഗൈസ്, അപ്പോൾ ഫൈനലി ഫെനി എന്ന OTT പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത് നിന്ന് സുനിത ലോഡ്ജ് എന്ന വെബ് സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സീരീസിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ റിവ്യൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബൂമെക്സ് ആയിക്കോട്ടെ, ഫെനി ആയിക്കോട്ടെ, ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിന് വേണ്ടിയും സീരീസുകൾ സംവിധാനം ചെയ്യുന്നത് ബൂമെക്സ് മെനുവാണ്. അപ്പോൾ ബൂമെക്സിന്റെ ഒരു ലെവൽ എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യമൊന്നും തന്നെ ഇല്ലല്ലോ. ആ ഒരു ലെവൽ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഫെനി എന്ന OTT പ്ലാറ്റ്ഫോം വഴിയും സീരീസുകൾ റിലീസ് ചെയ്യാറ്. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ ഇത്തവണ ഒരു കിടുക്കാച്ചി ഐറ്റം തന്നെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു ഒന്നൊന്നര ഐറ്റം പടച്ചു വിട്ടിട്ടുണ്ട്. നമുക്കേതായാലും ഈ സുനിത ലോഡ്ജ് എന്ന വെബ് സീരീസിന്റെ ഫോറമിലായിട്ട് റിവ്യൂയിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യം തന്നെ ഒരു വെബ് സീരീസിന്റെ ഡ്യൂറേഷനെ പറ്റി നോക്കുകയാണെങ്കിൽ ഏകദേശം 39 മിനിറ്റും 8 സെക്കൻഡുമാണ് ഒരു വെബ് സീരീസിന്റെ ഡ്യൂറേഷൻ വരുന്നത്. സാമാന്യം നല്ല ദൈർഘ്യമുള്ള ഒരു വെബ് സീരീസാണ് ഇത്. ഓക്കെ, അതായത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു പോയി. അതായത് ഏകദേശം ഒരു 3-4 മിനിറ്റ് മാത്രമേ ഈ ഒരു സീരീസിൻ്റെ കഥ പറഞ്ഞു പോകുന്നുള്ളൂ. ബാക്കി 35 മിനിറ്റ് വിട്ട് പണലോട് പണലാണ്. അത് പല തരത്തിൽ, പല സൈസിൽ, പല ആംഗിളിൽ. ഇനി ചെയ്യാൻ പൊസിഷൻസ് ഒന്നും മിച്ചയില്ലെന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, എന്തൊരു ചെയ്ത് കൂട്ടുന്നു ആ ചേച്ചിന് ചുമ്മാ അവരുടെ എന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിൽ പറയാൻ തോന്നത്തില്ല. ആ രീതിക്കാണ് ചിലക്കാൻ ആ ചേച്ചിയായിട്ട് പണിത്. അത് ഞാൻ പറയാം, കഥയിലേക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ 35 മിനിറ്റ് ആറാടുകയായിരുന്നു വേണം പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ് സീരീസിൻ്റെ പ്ലോട്ട് അല്ലെങ്കിൽ കഥാ സാഹചര്യത്തെ പറ്റി നോക്കുകയാണെങ്കിൽ നമ്മുടെ നായിക ഒരു ഹൗസ് വൈഫാണ്, ഒരു വീട്ടമ്മയാണ്. അപ്പോൾ നമ്മുടെ നായകൻ ഒരു യൂത്താണ്, അതായത് ഒരു ചെറുപ്പക്കാരൻ, ഒരു 25-26 വയസ്സൊക്കെ ഉള്ളൊരു ചെറുപ്പക്കാരൻ, ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ നമ്മുടെ ചേച്ചി എന്താ പറയുക, വീട്ടിൽ ആരെ അറിയിക്കാതെ നൈസായിട്ട് കോൾ ഗേളായിട്ട് പോകുന്നുണ്ട്. അതായത് പൈസയ്ക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി പോകുന്നുണ്ട്, വേശ്യയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം നമ്മുടെ നായികയെ വിളിച്ച് ബുക്ക് ചെയ്യുവാണ്. അപ്പം ഇന്ന് ഉച്ച കഴിഞ്ഞ് സുനിത ലോഡ്ജിലേക്ക് വരാൻ പറയുന്നു. പിന്നെ നമ്മുടെ നായിക വളരെ ചീപ്പാണ് കേട്ടോ, 2500 രൂപയേ ഉള്ളൂ ഒരു കളിക്കൊക്കെ. അത് കൊള്ളാം. അതിനുശേഷം നായികയുടെ കൂടി ലോഡ്ജിലേക്ക് വരുന്നു, റൂമിലേക്ക് പോകുന്നു. അതിനുശേഷം നടക്കുന്ന കലാപരിപാടികളാണ് ഒരു വെബ് സീരീസിൻ്റെ സംഭവമായിട്ട് പറയാം, അല്ലെങ്കിൽ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ കഥാസാഹചര്യമായിട്ട് പറഞ്ഞു പോയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സീരീസ് കാണുമ്പോൾ കിട്ടുന്ന ആസ്വാദനം നഷ്ടപ്പെടാൻ വേണ്ടി ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കി എന്ത് സംഭവിക്കുന്നുള്ളത് സീരീസ് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഒരു വെബ് സീരീസിൻ്റെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഒരു വീടിൻ്റെ ചുറ്റുപാട് അല്ലെങ്കിൽ വീടിനകം അല്ലെങ്കിൽ ഒരു റൂം അങ്ങനെയൊക്കെ ആയിട്ടാണ് കാണിച്ചു പോയിരിക്കുന്നത്. ഇൻഡോർ ഷൂട്ടിംഗ് ആണെങ്കിൽ കൂടിയും വൃത്തിക്ക് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫിയൊക്കെ കൊള്ളാമായിരുന്നു. ഒരു ക്വാളിറ്റി വൈസ് ഒരു കോംപ്രമൈസും ചെയ്യാതെ എല്ലാം നല്ല ഓക്കെ ഫീലാണ് പോയിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഡബ്ബിങ് എടുത്തു പറഞ്ഞൊരു ഫാക്ടർ തന്നെയാണ് ഡബ്ബിങ് ആൻഡ് ഡയലോഗ്സ്. സീനിനെയൊക്കെ ഒന്ന് കൊഴുപ്പിച്ച് കാണിക്കുന്നതിൽ ഡയലോഗ്സ് വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല, നല്ല രീതിയിൽ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു സിറ്റുവേഷനിലേക്ക് കാണുന്ന പ്രേക്ഷകനെ ഏറ്റവും അധികം ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഈ ഒരു ഡയലോഗ്സ് തന്നെയാണ്. ഡബ്ബിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ലിപ്സിംഗ് ഒക്കെ കൊടുത്ത് തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 2-3 അല്ലെങ്കിൽ 4 മിനിറ്റ് മാത്രമേ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. ഉള്ളത് തന്നെ വൃത്തിക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ടെക്നിക്കൽ സൈഡൊക്കെ അടിപൊളിയായിരുന്നു. എഡിറ്റിംഗ് ആണെങ്കിലും കട്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ട്രാൻസിഷൻ എഫക്ട്സ് ആണെങ്കിലും ഒക്കെ സൂപ്പറായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്തെക്കുറിച്ച് കുറ്റകുറവൊന്നും തന്നെ പറയാൻ വേണ്ടിയിട്ടില്ല. ഇനി വെബ് സീരീസിൻ്റെ കാസ്റ്റ് ആംഗിൾ ഡീറ്റെയിൽസിനെ പറ്റി നോക്കുകയാണെങ്കിൽ സത്യമായിട്ടും എനിക്കറിയത്തില്ല ആക്ട്രസിൻ്റെ പേരെന്താണ്, ഡീറ്റെയിൽസ് എന്താണെന്ന്. ഇതിനു മുമ്പ് ബൂമെക്സ് എന്ന OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്ത ആനന്ദ് എന്ന വെബ് സീരീസിൽ അഭിനയിച്ച സെയിം ആക്ട്രസ് തന്നെയാണ്. ആക്ടറിനെ ഇതിനു മുമ്പ് വേറെ സീരീസുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആക്ട്രസിൻ്റെ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഉറപ്പാണ് കമൻറ്റ് ബോക്സ് വഴിപ്പെടുത്താൻ ശ്രമിക്കുക. ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കുന്ന ആളുകൾക്ക് അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വിദഗ്ധർ പറയുകയാണെങ്കിൽ. ഓക്കെ, ഇതിനു മുമ്പ് റിലീസായ പല സീരീസുകളുടെയും എന്താ പറയുക കാസ്റ്റ് ആൻഡ് ക്രൂ അപ്ഡേറ്റ്സ് ഒക്കെ അല്ലെങ്കിൽ കാസ്റ്റ് ആൻഡ് ക്രൂ അപ്ഡേറ്റ്സ് ഇൻസ്റ്റാഗ്രാം വഴി വേറെ സീരീസുകളിലൊക്കെ ഈ ആക്ട്രസ് അഭിനയിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ പറഞ്ഞാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ കമൻറ്റ്സ് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതൊന്നും അല്ല എല്ലാവർക്കും അറിയാൻ മെയിനായിട്ട് താല്പര്യമുള്ള വിഷയങ്ങൾ എന്നറിയാം. താല്പര്യമുള്ള വിഷയങ്ങളെപ്പറ്റി നോക്കുകയാണെങ്കിൽ ബൂമെക്സ് മെനുവിലെ സംവിധായകൻ കാണിക്കാതെ എവിടെ പോകാനാണ് നല്ല ഡീറ്റെയിൽഡായിട്ട് ഇഞ്ച് ബൈ ഇഞ്ച് നല്ല കിടുക്കനായിട്ട് കാണിച്ചു വെച്ചിട്ടുണ്ട്. എന്തൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കാണണമെന്ന് അറിഞ്ഞും കണ്ടുമാണ് പണിയിരിക്കുന്നത്. ഓക്കെ, ക്ലോസപ്പ് ഷോട്ട്സ് ഒക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. കാണിക്കുന്ന നേരത്തെ ഒരു മടിയും കാണിച്ചിട്ടില്ല. കളിയെപ്പറ്റി പറയുകയാണെങ്കിൽ എല്ലാ ടൈപ്പ് പൊസിഷൻസും ട്രൈ ചെയ്ത് പോയിട്ടുണ്ട്. അതിപ്പോൾ അതായത് മിഷണറി ഉണ്ട്, ഡോഗി സ്റ്റൈലുണ്ട്, പിന്നെ 69 ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് പൊസിഷൻസൊക്കെ എല്ലാം നല്ല കിഡുമായിട്ട് തന്നെ ചെയ്തു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 39 മിനിറ്റ് സീരീസ് ഉണ്ടെങ്കിൽ 2-3 മിനിറ്റ് ആകെ ഡയലോഗ്സ് അല്ലെങ്കിൽ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. ബാക്കി 35 മിനിറ്റോളം കളിയോട് കളിയാണ്. അപ്പോൾ എല്ലാ പൊസിഷൻസും ട്രൈ ചെയ്യാൻ വേണ്ടി ഇഷ്ടംപോലെ സമയമുണ്ട്. പിന്നെ നായകനും നായികയും തമ്മിലുള്ള കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ കൊള്ളാമായിരുന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, ചില നായകന്മാരൊക്കെ ഉണ്ടല്ലോ, വേണം എന്തെങ്കിലും ചെയ്തിട്ട് പോകട്ടെ എന്ന രീതിയിൽ ചുമ്മാ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കിടന്നു കൊടുക്കും. ആ ഒരു സെറ്റപ്പല്ല. അതായത് ആ കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെ കാണുന്ന പ്രേക്ഷകന് ഒരു പേഴ്സണൽ കണക്ട് കിട്ടാൻ വേണ്ടി വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ചുരുക്കി പറയുന്നത് ഇത്രയേ ഉള്ളൂ. വീക്കെൻഡൊക്കെ ആയിട്ട് ഒരു കിടുക്കാച്ചി സീരീസ് കാണാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണോ, അതും മലയാളത്തിൽ നിന്ന്, ധൈര്യമായിട്ട് നേരെ വിട്ടോ ഫെനി എന്ന OTT പ്ലാറ്റ്ഫോമിലേക്ക് നേരെ കയറുക, സുനിത ലോഡ്ജ് കാണുക, എൻജോയ് ചെയ്യുക. ഈ വെള്ളി ശനി ഞായർ എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ള
അല്ലെങ്കിൽ ഒരു 4-5 റൗണ്ട് പോകാൻ വേണ്ടിയുള്ള ഐറ്റം ഇത്തവണ ഫെനി പടച്ചു വിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരു വെബ് സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ.